ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി താമസത്തിന് മാത്രം ചെലവായത് 2 ലക്ഷം രൂപയാണ്. ടാക്സി സംവിധാനത്തിനായി 10,57,000 രൂപ ചെലവായി. ഡീസലിന് മാത്രമായി 7,44,000 രൂപയും ചെലവായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടാണ്. മാത്രമല്ല പ്രേക്ഷകരുടെ അറിവിലേക്കായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി പമ്പയിൽ പൊടിപിടിച്ചത് 10 കോടിയോളം രൂപയാണ് എന്ന പുതിയ വിവരമുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കൊടുത്തു തീർത്തത് 6,64,00,000 ലക്ഷം രൂപ. ഇനി കൊടുത്തു തീർക്കാനുള്ളത് 4,35 ലക്ഷം രൂപ. ഈ രണ്ട് തുകയും കൂട്ടിയാൽ മൊത്തം ചെലവായത് 10 കോടിയിൽ അധികം വരും എന്നതടക്കം വ്യക്തമാവുകയാണ്. അനന്തകൃഷ്ണൻ വിവരമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇനി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ താമസത്തിന് മാത്രം ചെലവായത് 2 ലക്ഷം രൂപയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യാൻ കഴിയും? അന്ന് ആഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സംഘത്തിന് മുൻപേ ഉള്ള ദിവസം തന്നെ അനന്തൻ ഉൾപ്പെടെ നമ്മുടെ സംഘം അവിടെ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല ഈ കുമരകം വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്ത് 3-4 മറ്റാളുകൾക്ക് റൂം തയ്യാറാക്കിയിരുന്നത്. അവിടെയും ലക്ഷങ്ങൾ പൊടിപിടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ താമസ സൗകര്യം, വണ്ടിയോട്ടം, ഡീസൽ, ഈ കണക്കിലൊക്കെ എത്ര എഴുതിയെടുക്കാൻ ശ്രമം നടന്നു? രതീഷ്, ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി പമ്പയിലെത്തിയിരുന്നു. പമ്പയിലെ മരാമത്ത് സമുച്ചയത്തിലാണ് അദ്ദേഹത്തിന് മുറി ഒരുക്കിയിരുന്നത്. ആ മുറി അദ്ദേഹത്തിന് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ആ മുറി ഒരുക്കാൻ വേണ്ടി ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. അതിൽ കട്ടിലും ബെഡും മാത്രം ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. അതിൽ ബെഡ്ഷീറ്റ് അടക്കം ഏതാണ്ട് 1,11,365 രൂപയാണ് തലയണയും ബെഡ്ഷീറ്റും ബെഡും കട്ടിലുമായിട്ട് ചെലവാക്കിയിരിക്കുന്നത്. അവിടെ ഇടനാഴിയിൽ ഏതാണ്ട് 15,930 രൂപയുടെ പരവതാനി, ചുവന്ന പരവതാനിയാണ് വിരിച്ചിരുന്നത്. കോർണർ സോഫയും ടീപ്പോയും എല്ലാം കൂടെ ഏതാണ്ട് 65,000 രൂപ. ഇതെല്ലാം പുതുതായിട്ട് വാങ്ങിച്ചതാണ്. അത് ദേവസ്വം ബോർഡിന്റെ അസറ്റായി മാറുകയും ചെയ്തു. പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത്, ഇത് എപ്പോൾ എവിടെയുണ്ട് എന്നുള്ളതിൽ ഈ ഓഡിറ്ററുടെ മുന്നിലേക്ക് രേഖകൾ വന്നിട്ടില്ല. കാരണം അത് എഞ്ചിനീയർക്ക്, അതായത് മരാമത്ത് എഞ്ചിനീയർക്ക് കൈമാറി എന്നുള്ളതാണ്. പക്ഷേ അത് അവിടെ നിന്ന് നീക്കം ചെയ്തതായിട്ടോ അത് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്തതായിട്ടുള്ള രേഖകൾ ഓഡിറ്ററുടെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അവിടെ